അവസാനമായ ഒരൊറ്റ ചോദ്യം ശ്രീ സതീഷ് ഗോപി, ഇനിയൊരു ഓപ്പറേഷൻ അനന്തയുടെ സാധ്യതയുണ്ടോ? ഈ മാലിന്യ നീക്ക പദ്ധതികൾ അഴിമതിക്ക് വേണ്ടിയോ? അങ്ങനെ അല്ലെങ്കിൽ ഇതിനൊരു ശാശ്വത പരിഹാരമുണ്ടോ? ഇതിനൊരു ശാശ്വത പരിഹാരമുണ്ട്. മാലിന്യ നീക്ക പദ്ധതികൾ അഴിമതിക്ക് വേണ്ടിയാണോ എന്ന് ചോദിക്കുന്നതിന് ഞാനത് ഒരു ഉത്തരം നൽകുന്നില്ല. അതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഉത്തരമാണ്. എങ്കിലും അതിൽ ഒരുപാട് അഴിമതിയുടെ കറ പുരണ്ടിട്ടുണ്ട് എന്ന് മാത്രമേ പറഞ്ഞു നിർത്തുന്നുള്ളൂ. ഇവിടെ നമുക്ക് ശാശ്വതമായ പരിഹാരമുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ സ്ഥലത്തും നമുക്ക് ഓരോ കിലോമീറ്ററും അല്ലെങ്കിൽ 500 കിലോമീറ്ററിൽ നമ്മൾ ഫെൻസിങ് വച്ചിട്ട് ഈ കരമാലിന്യങ്ങൾ കളക്ട് ചെയ്യണം. അതൊന്ന്. ആ കളക്ട് ചെയ്യുന്ന മാലിന്യങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അത് ഡിസ്പോസ് ചെയ്യണം. ആർക്കും, പ്രകൃതിക്കും നമ്മുടെ രാജ്യത്തിനും ഈ വാട്ടർ ബോഡീസിനും ഒന്നും ഒരു കുഴപ്പവുമില്ലാതെ അത് ഡിസ്പോസ് ചെയ്യാൻ സാധിക്കണം. അത് മാത്രമല്ല, നമ്മൾ എവിടെ നിന്നാണ് ഈ മാലിന്യം കൊണ്ടിടുന്നത്, ആരാണ് കൊണ്ടിടുന്നത്, അവരെയൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. പിന്നെ നമ്മുടെ ഈ റെയിൽവേയുടെ കാര്യം പറഞ്ഞതുപോലെ, റെയിൽവേയുടെ ടണൽ പണ്ട് ഓപ്പറേഷൻ അനന്തയിൽ 700 ലോഡ് മണ്ണ് മാറ്റിയതുപോലെ ഇപ്പം വീണ്ടും ഒരിക്കൽ കൂടെ അത് ചെയ്യാനുള്ള ആർജവം ഏതാണ് ഏജൻസി അവർ കാണിക്കണം. അതേപോലെ കംപ്ലീറ്റ് അതിനകത്തൊന്ന് മാറ്റണം. അവിടെ ഒരു ആർജവം ഇന്നത്തെ സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ മീറ്റിംഗിൽ ആർജവം ജനറലൈസ് ചെയ്ത് ഒരു കാര്യം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം വ്യക്തമാണ്. ലോകബാങ്കിൽ നിന്നും ADBയിൽ നിന്നുമൊക്കെ കോടിക്കണക്കിന് രൂപ സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി വരുന്നുണ്ട്. അതൊക്കെ മാലിന്യത്തിനൊപ്പം മാലിന്യം അടഞ്ഞിരുന്നാലും അതിനടിയിൽ കൂടി ഒഴുകിപ്പോകുന്നുമുണ്ട്. അത് വ്യക്തമാണ്. ഇനി എത്ര കാലം ജോയ്മാർ ജീവൻ പണയം വെച്ച് ഇങ്ങനെ വെള്ളത്തിലേക്ക്, അഴുക്കുചാലിലേക്ക് ഇറങ്ങുമോ എന്ന് നമ്മൾ കാത്തിരിക്കണം. നമുക്ക് വേണ്ടത് തീരുമാനങ്ങൾ മാത്രമല്ല, നടപ്പിലാക്കാനുള്ള ആർജവമാണ്. അത് നടപ്പിലാക്കി കാണും വരെയും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഉണ്ടാകുമ്പോൾ മാത്രം അങ്ങോട്ട് കണ്ണു നട്ടിരിക്കും. അപ്പോൾ മറ്റൊരിടത്ത് അതിന് രൂപം ഉണ്ടായിക്കൊണ്ടുമിരിക്കും.